അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് പീസ് റേഡിയോയുടെ എല്ലാ മാന്യ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ദമാം പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്നും ഷഹനാസ് ചാത്തോത്ത്. നമുക്ക് ഈ അടുത്ത കാലത്തായി ഒരുപാട് സൗദി അറേബ്യയിലുള്ള രക്ഷിതാക്കൾ അന്വേഷിക്കുന്ന ഒരു ചോദ്യം, നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ സൗദി അറേബ്യയിൽ ഡിഗ്രി ചെയ്യുവാൻ വല്ല അവസരവുമുണ്ടോ, ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൽ അഡ്മിഷൻ ശരിയാക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് ഈ ചോദ്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കിന്ന് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് കിങ് ഫഹദ് യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് മിനറൽസിൽ നിന്നും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയായിട്ടുള്ള റിഹാൻ സമീറിനെയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയുമ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കൂടി നമുക്ക് ലഭിച്ചേക്കാം ഇൻഷാ അല്ലാഹ്. റിഹാൻ സമീർ, നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. താങ്കളെക്കുറിച്ചൊന്ന് വ്യക്തിപരമായിട്ടുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് റിഹാൻ സമീർ. ഞാൻ എറണാകുളത്തിലാണ് നാട്. പിന്നെ ഫുള്ള് എഡ്യൂക്കേഷൻ ഇവിടെയായിരുന്നു, സൗദിയിൽ തന്നെയായിരുന്നു. ഇവിടെ ദമാമിലെ എംബസിയിൽ റാക്കയിൽ ഫുള്ള് ഹൈസ്കൂൾ ഇവിടെയായിരുന്നു. ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ. അതെ. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ ചെയ്യുന്നു. KFUP ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. ഓക്കെ. ഇപ്പോൾ എനിക്ക് വെക്കേഷൻസ് ആണ്. വെക്കേഷൻ ഇപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, എക്സാം ഒക്കെ കഴിഞ്ഞു. ഓക്കെ. അപ്പം റിഹാന് ഇവിടെ KFUPM എത്തിപ്പെടാനുള്ള സാഹചര്യം എന്താണ്, എങ്ങനെയാണ്? ഓക്കെ. അപ്പോൾ അതായത് ഇപ്പോൾ ഈ ബോർഡ് എക്സാമിന് മുമ്പ് ഞാനും എല്ലാവരും പോലെ ഇങ്ങനെ നാട്ടിലത്തെ എൻട്രൻസ് എക്സാംസ് JEE അത് കൊടുക്കാനുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. ഞാൻ കുറേ കോച്ചിങ് ക്ലാസ്സൊക്കെ ജോയിൻ ചെയ്തിരുന്നു 11th 12th. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. പക്ഷെ എന്നാലും മെയിനായിട്ട് ആ വഴിയാണല്ലോ പോകുന്നത് ഹൈസ്കൂൾ കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കോച്ചിങ് ജോയിൻ ചെയ്തിരുന്നു ഈ JEEൻ്റെ. എന്നിട്ട് ഒരു ബോർഡ് എക്സാമിൻ്റെ ഒരു 2 മാസം മുമ്പാണ് എൻ്റെ ഫ്രണ്ട് KFUPM പറ്റി എൻ്റെ അടുത്ത് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഞാനൊന്ന് KFUPMൻ്റെ വെബ്സൈറ്റ് ഒന്ന് ഇൻ്റർനെറ്റിൽ നോക്കി റീസേർച്ച് ചെയ്ത് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എനിക്ക് കുറച്ചുകൂടി എനിക്കൊരു പ്രെഫറൻസ് ഇവിടെ ആയിരിക്കും. അത് ശരി. അതായത് യൂണിവേഴ്സിറ്റീൻ്റെ റെപ്യൂട്ടേഷനും ഭയങ്കര നല്ലതാണ്, എനിക്ക് കയറാനുള്ള കഴിവുന്നുണ്ട് എനിക്കറിയായിരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് ഒരു മാസം പ്രിപ്പറേഷൻ കൊണ്ട് SAT എന്ന് പറഞ്ഞ എക്സാം ഉണ്ട്. SAT. അപ്പോൾ ഈ എക്സാം കൊടുത്ത് അപ്ലൈ ചെയ്ത് കിട്ടി, അൽഹംദുലില്ലാഹ്. ഓക്കെ. ഈ SAT എക്സാമിൻ്റെ ഫുൾ ഫോം എന്ന് പറയാമോ? ഒരുപക്ഷെ സ്റ്റാൻഡേർഡൈസ് അമേരിക്കൻ ടെസ്റ്റ്. അതായത് ഇത് ഇവിടെ ഈ സൗദി അറേബ്യയിൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലും അഡ്മിഷന് വേണ്ടിയിട്ടുള്ള എക്സാം ആണോ, അതല്ല പ്രത്യേകിച്ച് KFUPM വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും? ഇത് SAT എന്ന് പറയുന്നത് മെയിനായിട്ട് അമേരിക്കൻ യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ്. ഓക്കെ. അതായത് US പോയാൽ മെയിനായിട്ടൊരു ടെസ്റ്റാണ് ഇത്. അപ്പോൾ അത് KFUPM അക്സെപ്റ്റ് ചെയ്യുന്നതാണല്ലോ. അതായത് KFUPM മാക്സിമം ഇങ്ങനെ ഒരു അമേരിക്കൻ സ്റ്റാൻഡേർഡിലാവാൻ നോക്കുന്നത്. ഓക്കെ. അതായത് അമേരിക്കൻ സിസ്റ്റം എങ്ങനെയാണ് ആ KFUPM മാക്സിമം റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഓരിങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ഓക്കെ. SAT. ഓക്കെ. ഈ ഒരു ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഓക്കെ. അതായത് ഇപ്പോൾ ഈ SATൻ്റെ ഫുൾ സ്കോർ എന്ന് പറയുന്നത് 1600, അതായത് മാക്സ് സ്കോർ. പക്ഷേ നമ്മുടെ ഈ ക്രൈറ്റീരിയ 1500 മേലെയാണ്. ഓക്കെ. 1500 മേലെ സ്കോർ ചെയ്യണം. അത് ഈ ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞത് ഇവിടെ റെസിഡൻസിനാണ്. ഇതൊരു മെയിൻ ഒരു പോയിന്റ്. അതായത് അതാണ് ഇവിടെ ഉള്ള ആൾക്കാർക്ക്, ഇഖാമുള്ള ആളുകൾക്ക്, ഇഖാമുള്ള എക്സ്പാട്രിയേറ്റ്സ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ പഠിക്കാനുള്ളൊരു 1600 സ്കോർ ചെയ്യണം, അല്ലെങ്കിൽ അതിനുള്ളിൽ 1600 ഔട്ട് ഓഫ് 1600 1500 സ്കോർ ചെയ്യണം. ഓക്കെ. അല്ലെങ്കിൽ അതിൻ്റെ മേലെ ഇൻ ബിറ്റ്വീൻ. പക്ഷെ ഇന്റർനാഷണൽ സ്റ്റുഡൻസൊക്കെ കുറച്ചും കൂടി ഹൈ ആയിരിക്കും. ഓക്കെ. ക്രൈറ്റീരിയ അതൊരു 1550 മേലെ വേണം. അങ്ങനെ ഇപ്പോൾ നാട്ടിൽ നിന്ന് നേരിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ടെസ്റ്റ് എഴുതിയിട്ട് അതിൽ എബോ 1550 വാങ്ങിച്ചാൽ മാത്രമേ കുറച്ച് നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു സ്കോർ വേണം. ഓക്കെ. ഇന്റർനാഷണൽ ആപ്ലിക്കൻസ് കുറച്ച് ടഫാണ്. അതായത് ഈ ടെസ്റ്റ് എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് വേണമെങ്കിലും എടുക്കുക, ഇവിടെ നിന്ന് എടുക്കുക, എല്ലാ സ്ഥലത്തും സെയിം വാല്യൂ. എല്ലാം ഓൺലൈനിലൂടെയാണ്? അല്ലല്ലോ, അപ്ലൈ ചെയ്യുന്നതൊക്കെ ഓൺലൈനാണ്. പക്ഷേ അതായത് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സെൻറ്റർ ഉണ്ടാവും, അത് എവിടെയായാലും സെയിം വാല്യൂ തന്നെ, സൗദി ആയാലും നാട്ടിലായാലും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ ടെസ്റ്റ് ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്താൽ ഒരു സെൻറ്ററിൽ പോകണം എക്സാം എഴുതാൻ. പക്ഷേ സെൻറ്ററിൽ എക്സാം ചെയ്തത് നമ്മുടെ ഒരു സ്വന്തം ഡിവൈസ് കൊണ്ടായിരിക്കും. ഓക്കെ.
നമ്മുടെ സ്വന്തം ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഐപാഡ് ഓക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ ഒരു ആപ്പ് ഉണ്ട് ബ്ലൂ ബുക്ക് എന്ന് പറഞ്ഞിട്ട്. ആ അപ്പോൾ ആ ആപ്പ് തുറന്നിട്ട് നമ്മൾ അതിൽ ടെസ്റ്റ് എടുക്കും. ഓക്കെ ഫുൾ MCQs ആണ്. ഫുൾ MCQ. അത് നാട്ടിൽ നിന്നായാലും ചെയ്യാം. സെയിം വാല്യൂ. എല്ലാം വാല്യൂ. അതായത് ഇതിന്റെ സ്കോർ നമുക്ക് ഇവിടെ അഡ്മിഷന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തണം, ഉപയോഗിക്കേണ്ടി വരും. ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഇത് ആ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ അതായത് ഈ SAT എന്ന് പറയുന്നത് ഒരു ട്രാക്കാണ്. ടോട്ടൽ ഒരു 3 ട്രാക്ക് ഉണ്ട്. ഓക്കെ. ഞാൻ ഏറ്റവും ഹാർഡസ്റ്റ് ടു ഈസിയസ്റ്റ് പോവാം. ഓക്കെ. ഫസ്റ്റ് ഒരു ഇൻ്റർനാഷണൽ ഒളിമ്പിയഡ് ട്രാക്ക്. അതൊരു ഇൻ്റർനാഷണൽ ഒരു ഒളിമ്പിയാഡ്സ് ഇങ്ങനെ ജയിച്ചാൽ അത് നമുക്ക് ഡയറക്റ്റ് അഡ്മിഷനാണ്. അതിപ്പോൾ എന്തെങ്കിലും കുറേ മാത്ത് ഒളിമ്പിയാഡ്സ്, ആ ഒരു ഒളിമ്പിയാഡിൻ്റെ ലിസ്റ്റ് ഉണ്ട്. FUPMൻ്റെ വെബ്സൈറ്റിൽ പോയാൽ കാണും, ഒരു ലിസ്റ്റ് ഉണ്ട്. അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു റാങ്കാ എന്തെങ്കിലും ജയിച്ചാൽ ഡയറക്റ്റ് അഡ്മിഷനാണ് FUPMൽ, ഫുൾ സ്കോളർഷിപ്പ്. അതാ ഫുൾ സ്കോളർഷിപ്പോട് കൂടിയാണ്. ഫുൾ സ്കോളർഷിപ്പ് കൂടിയാണ്. അതാണ് ഫസ്റ്റ് ട്രാക്ക്. പിന്നെ സെക്കൻഡ് ട്രാക്ക് എന്ന് പറയുന്നത് റെഗുലർ അഡ്മിഷൻ ട്രാക്ക്. ഇതാണ് നോർമൽ. ഇതാണ് KFUMത്തെ മിക്ക സൗദി കുട്ടികളും അറബ് കുട്ടികളും ഇത് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഖുദ്റാത്തും പിന്നെ തഹ്സിലും ഉണ്ട്. രണ്ട് നമുക്ക് നാട്ടിലിപ്പോൾ JEU നീറ്റൊക്കെ ഇല്ലേ, അതെ, അതുപോലെ തന്നെ ഇവിടെ ഖുദ്റാത്തും തഹ്സിലും. അതെ, അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ 2 എക്സാമാണ് ഖുദ്റാത്തും തഹ്സിലും. അതായത് ബേസിക്കലി സൗദി അറേബ്യയിലത്തെ എൻട്രൻസ് ടെസ്റ്റ് ആണ് ഇത്. എൻട്രൻസ് ടെസ്റ്റ്. അപ്പോൾ ഈ 2 ടെസ്റ്റ് കൊടുത്താലും KFUP മാത്രമല്ല എല്ലാ യൂണിവേഴ്സിറ്റീസിലും അപ്ലൈ ചെയ്യാം. ഓക്കെ. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് വളരെ ആവശ്യമുള്ള ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഈ ടെസ്റ്റ് എഴുതേണ്ടി വരും എന്തായാലും. സൗദി അറേബ്യയിൽ അഡ്മിഷൻ വേണമെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് ഖുദ്റാത്ത്, തഹ്സിൽ എന്ന് പറയുന്ന ഈ 2 ടെസ്റ്റുകൾ എഴുതിക്കേണ്ടി വരും. അതിനുശേഷം അതിൻ്റെ മാർക്ക് അടിസ്ഥാനത്തിലും നിങ്ങളുടെ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും അഡ്മിഷൻ നിർണ്ണയിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ റിഹാൻ? എന്താണ് ആ വിഷയത്തിൽ? ഇപ്പോൾ KFUPMനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അതായത് 100%, അതായത് നിങ്ങൾ ഈ റെഗുലർ അഡ്മിഷൻ ട്രാക്ക് എടുക്കുകയാണെങ്കിൽ, SAT ട്രാക്ക് എടുക്കുകയാണെങ്കിൽ ഇതൊന്നും ഈ എക്സാംസ് എടുക്കണ്ട. ഓക്കെ. SATയിൽ നമ്മൾ ആ സ്കോർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. അതെ, SAT ട്രാക്കിൽ SAT മാത്രം മതി. ഇത് ഞാനിപ്പോൾ പറയുന്നത് റെഗുലർ അഡ്മിഷൻ ട്രാക്കിനെ പറ്റി. ഓക്കെ. അപ്പോൾ KFUPMൽ അഡ്മിഷൻ എടുക്കാൻ 3 ട്രാക്കാണ് മെയിനായിട്ട്. ഫസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഒളിമ്പിയാഡ് ട്രാക്ക്. ഓക്കെ. അതായത് KFUPMൻ്റെ വെബ്സൈറ്റിൽ പോയാൽ ഒരു ലിസ്റ്റ് ഉണ്ടാവും. ഇൻ്റർനാഷണൽ ഒളിമ്പിയാഡ്സിൻ്റെ ലിസ്റ്റാണ്. അപ്പോൾ ഈ ഒളിമ്പിയാഡ്സ് നമ്മൾ ജയിച്ചോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ജയിക്കണം എന്തെങ്കിലും, അപ്പോൾ ഈ ജയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ കൊണ്ട് അപ്ലൈ ചെയ്താൽ ഡയറക്റ്റ് സ്കോളർഷിപ്പ് കൊണ്ട് ഡയറക്റ്റ് അഡ്മിഷനാണ്. പിന്നെ പക്ഷേ നമ്മളെ നാട്ടിലിങ്ങനെ ഒളിമ്പിയാഡ്സിൻ്റെ അത്ര ഇതില്ല, അതായത് അത്ര കോമൺ അല്ല സ്റ്റുഡൻസ് ഒളിമ്പിയാഡ്സ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി 2 ട്രാക്സ്, അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഖുദ്റാത്തും തഹ്സിലി, റെഗുലർ അഡ്മിഷൻ ട്രാക്ക്, അതാണ് ഫസ്റ്റ് ട്രാക്ക്. പിന്നെ സെക്കൻഡ് ട്രാക്ക് എന്ന് പറയുന്നത് SAT ട്രാക്ക്. ഞാൻ SAT ട്രാക്കിൽ കൂടെയൊക്കെ അറിയാം. ഓക്കെ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോയാൽ ഫസ്റ്റ് ട്രാക്ക് റെഗുലർ അഡ്മിഷൻ ട്രാക്ക്. ഓക്കെ. അതായത് ഖുദ്റാത്തും തഹ്സിലും അഡ്മിഷൻ നേടുന്നത്. ഇതാണ് മിക്ക സ്റ്റുഡൻസ് അവിടെ KFUPMലെ മിക്ക സ്റ്റുഡൻസ്, അറബ് സ്റ്റുഡൻസും ഇത് ചെയ്തിട്ടാണ് ഇവിടെ ലോക്കലുള്ള. അപ്പോൾ ഖുദ്റാത്തും തഹ്സിലും എടുത്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ ഖുദ്റാത്ത് ഒരു 40%, തഹ്സിലി 50%, ഹൈസ്കൂൾ ഗ്രേഡ്സ് 10%. അപ്പോൾ ടോട്ടൽ 100. അതെ. അപ്പോൾ ഇത് പക്ഷേ ഈ ട്രാക്കിൽ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ക്രൈറ്റീരിയ നല്ല ഹൈയാണ്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഖുദ്റാത്ത് 40%, തഹ്സിലി 50%, ഹൈസ്കൂൾ 10%. അതെ. ഇതൊക്കെ കൂടിയിട്ട് ഒരു 99.5% അവിടെ എത്തണം. എന്നാലും മാത്രമേ അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോൾ ക്രൈറ്റീരിയ നല്ല ഹൈ ആണ്. കോമ്പറ്റീഷൻ നല്ല കൂടുതലായിരിക്കും. ഇതിൽ തന്നെയാണോ നമ്മുടെ ഈ റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകളും അപ്ലൈ ചെയ്യേണ്ടത്? ഐ മീൻ എക്സാം ഒക്കെ എഴുതിയിട്ട് അഡ്മിഷൻ നമുക്ക് ചെയ്യാം. പക്ഷേ എൻ്റെ ഒപ്പീനിയനിൽ നമുക്ക് ഏറ്റവും ഈസിയസ്റ്റ് വഴി SAT ആണ്. അതിന് ഞാൻ പറയും. പക്ഷേ ഈ ഖുദ്റാത്തും തഹ്സിലിനായിട്ട് പറഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് അതിനായിട്ട് ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് KFUP മാത്രമല്ല, നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റി വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം സൗദിയിൽ. ഇവിടെ സൗദി അറേബ്യയിൽ ഏത് യൂണിവേഴ്സിറ്റിയിലും ഏത് കോഴ്സിനും ഇതാദ്യം വേണം, ഡിഗ്രി കോഴ്സിന്. പക്ഷേ SAT എന്ന് പറയുന്നത് KFUP മാത്രം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു അവിടെയാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഈ എക്സാംസിനായിട്ട് ഡീറ്റെയിൽഡ് പോയാൽ ആർക്കും അറിയില്ലെങ്കിൽ, തഹ്സിലി എന്ന് പറയുന്നത്
അല്ല കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്ത് 5 സബ്ജക്ട്സും ഉണ്ടാവും. ഇംഗ്ലീഷ് എല്ലാം കൂടി. എല്ലാം കൂടി 5 സബ്ജക്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ MCQ ആണ്. എല്ലാം ഫുൾ MCQ ആണ്. അതായത് നിങ്ങൾ പഠിച്ച +2 ഭാഗങ്ങളിൽ നിന്നാണോ ചോദിക്കുക? അതായത് നമുക്ക് ഇപ്പോൾ CBSE ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇവിടെ മിക്കതും CBSE ആയിരിക്കും. അതെ, നമുക്ക് ഭയങ്കര ബേസിക് ആയി, അതായത് നമ്മളെ കമ്പയർ ചെയ്തിട്ട് നല്ല ബേസിക് ക്വസ്റ്റ്യൻസാണ്, നല്ല ഈസി ക്വസ്റ്റ്യൻസാണ്. ഇതൊരു ബേസിക് ഫിസിക്സ് ഒക്കെ ബേസിക് ക്വസ്റ്റ്യൻ. അതായത് നിങ്ങളുടെ +2 പഠിച്ചതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ബേസിക്കുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു CBSE സ്റ്റുഡൻറ്റ്ക്ക് സ്കൂളിൽ ഡെറിവേഷൻ ചെയ്യണം, ഫോർമുലാസ് ഓർത്ത് വെക്കണം, അതൊക്കെ കുറേ ഇതുണ്ട്. അങ്ങനെയുള്ള വർക്ക് ചെയ്തിട്ടൊക്കെ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമോ? അതായത് തീർച്ചയായും ഇങ്ങനെ കാൽക്കുലേഷൻസ് ക്വസ്റ്റ്യൻസ് എന്തായാലും ഡിറൈവ് ചെയ്തിട്ടൊക്കെ കണ്ടുപിടിക്കേണ്ട പെട്ടെന്ന്. ഇല്ല, ഡെറിവേഷൻസ് ഒന്നും ഉണ്ടാവും, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മേജറായിട്ട് MCQs ഇതിൻ്റെ. അതായത് ഇപ്പോൾ ആർക്കെങ്കിലും സാമ്പിളോ, അതായത് ഇപ്പോൾ ഈ എക്സാമിൻ്റെ രീതിൻ്റെ ഒരു ഐഡിയ കിട്ടണമെങ്കിൽ ഈ ബുക്ക് സ്റ്റോഴ്സിൽ കിട്ടും ഇവർ ബുക്സ്. അതായത് ഫോർ എക്സാമ്പിൾ ജെറി പോയാൽ ഒരിടത്ത് ചോദിച്ചാൽ മതി സാറ്റ് ആൻഡ് ഗാറ്റിൻ്റെ ഗൈഡ് ഇംഗ്ലീഷിലുണ്ട്. അതായത് എന്നിട്ട് അതൊന്ന് അവിടെ പോയിട്ടൊന്ന് നോക്കിയാൽ ക്വസ്റ്റ്യൻസിൻ്റെ ഐഡിയാസ് കിട്ടും. വളരെ എളുപ്പമാണ്. അതായത് നമ്മുടെ സ്കൂൾ കമ്പയർ ചെയ്തിട്ട് എളുപ്പമാണ്. ഓക്കെ, ഇപ്പം നേരത്തെ പറഞ്ഞിരുന്നു 5 സബ്ജക്റ്റ് ഉണ്ടാവും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഇംഗ്ലീഷ്. അത് തഹസീലിനല്ലേ? തഹസീൽ. അപ്പോൾ കുദറത്തിന് ഇംഗ്ലീഷും മാത്സ് മാത്രം. അത് വേറെ രണ്ടും വേറെ വേറെ എക്സാമാ. ഇത് രണ്ടും എഴുതണം. ഇത് റെഗുലർ അഡ്മിഷൻ ഫോർമാറ്റ്. ഓക്കെ. പക്ഷേ ഈ അതായത് ഇപ്പോൾ ഇതിൻ്റെ ഡൗൺ സൈഡും അപ്പ് സൈഡും ഉണ്ട് ഈ റെഗുലർ ട്രാക്കിൻ്റെ. അപ്പോൾ അപ്പ് സൈഡ് എന്ന് വെച്ചാൽ ഈ കുദ്രാത്തും തഹസീലും നമുക്ക് എവിടെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ. അതായത് KFP മാത്രമല്ല, നമുക്ക് എവിടെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഡൗൺ സൈഡ് എന്ന് വെച്ചാൽ ക്രൈറ്റീരിയ വളരെ ഹൈ ആണ്. അതായത് നല്ല കോമ്പറ്റീഷനുള്ള റാക്കാണ്. ഞാൻ പറഞ്ഞ പോലെ 99.5 അവിടെ എത്തണം. ഓക്കെ. പിന്നെ നമ്മൾ SAT പറ്റി പറയുകയാണെങ്കിൽ SAT സ്പെസിഫിക് ടു KFUPM. ഓക്കെ. അതായത് ഒരു SAT എന്ന് പറയുന്നത് മേജർലി ഒരു അമേരിക്കൻ ടെസ്റ്റാണ്. അമേരിക്കയിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് KFUPM അക്സെപ്റ്റ് ചെയ്യുന്നതാണല്ലോ. അത്രേ ഉള്ളൂ. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം. അല്ല, അതായത് ഞാൻ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ SAT എഴുതുന്ന ഒരിക്കലും സൗദി അറേബ്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും വേണ്ടിയിട്ടല്ല, ഈ കുദ്രാത്തും തഹസീലും പോലെ. ഇല്ല. SAT മോസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് അക്സെപ്റ്റ് ചെയ്യൂല. ഇല്ല. KFUP മാത്രമേ എനിക്ക് ഇതുവരെയായിട്ടും എനിക്കറിയുന്ന KFUP മാത്രമാണ്. ഓക്കെ. അപ്പോൾ ഈ SAT എന്ന് പറയുന്നത് ആകെ മാത്സും പിന്നെ ഇംഗ്ലീഷാണുള്ളൂ. ഓക്കെ. ഈ രണ്ട് സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. അതായത് ഫിസിക്സ് ഇല്ല, കെമിസ്ട്രി ഇല്ല, അതൊന്നുമില്ല. ഓക്കെ. മാത്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ 2 സബ്ജക്റ്റിന് പറ്റി ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ മാത്സ് സിമ്പിളാണ്. അതായത് ഇപ്പോൾ ഒരു CBSE സ്റ്റുഡൻറ്റ്, ഞാൻ CBSE സ്റ്റുഡൻസ് ഒരു നമ്മൾ 10th 11th പഠിക്കുന്ന സിലബസ് ആണ്. ഓക്കെ. ആ ലെവലിലുള്ള സിലബസ്. ഓക്കെ. ഫുൾ MCQs ആണ്. പിന്നെ നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാനും നമുക്ക് അലൗഡ് ആണ്. അത് നോർമലി ഒരു CBSE സ്റ്റുഡൻറ്റ് എക്സാമിന് കാൽക്കുലേറ്റർ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ നമുക്ക് ഈ SAT എഴുതുമ്പോൾ ഒരു ഗ്രാഫിംഗ് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. അപ്പോൾ അതും കൂടി നല്ല എളുപ്പമായി. ഓക്കെ. അപ്പോൾ ഈ SAT-ൻ്റെ ഇത് പറയുന്നത്, അതായത് ഗ്രേഡിങ് ടോട്ടൽ 1600 ആണല്ലോ. അതെ. 800 ഡിവൈഡ് ചെയ്ത്. ഓക്കെ. 800 മാത്സും 800 ഇംഗ്ലീഷിനും. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 1600-ൽ 1500-ൻ്റെ മേലെയാണ് ക്രൈറ്റീരിയ കിട്ടണം ഇവിടെ റെസിഡൻസിക്ക്. ഓക്കെ. പക്ഷേ ഇന്റർനാഷണൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആരെങ്കിലും നാട്ടിൽ നിന്നൊരു കുട്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ എക്സാം എഴുതുമ്പം 1550K ഉണ്ടാവണമെങ്കിൽ മാത്രമേ 1550-ൻ്റെ ഒരു ഞാൻ ഒരു റേഞ്ച് പറയാണ്, ഒരു സേഫ് സൈഡ് പറയാണ്, അതിൻ്റെ മേലെ വേണം. ഓക്കെ. അപ്പോൾ ഞാൻ മാത്തിനെ പറ്റി പറഞ്ഞ് MCQs ഈസി, എന്താ നമുക്ക് കാൽക്കുലേറ്റർ അലൗഡാണ്. അതെ. പിന്നെ ഇനി ഇംഗ്ലീഷിലാണ് കുട്ടികൾക്ക് പ്രശ്നം വരുന്നത്. അതെ. ഇംഗ്ലീഷ് കുറച്ച് ഹൈ ലെവലാണ്. അതായത് ഇപ്പോൾ ഇംഗ്ലീഷ് അതായത് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഓരോരു പാരഗ്രാഫ് തരും. അപ്പോൾ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ പാരഗ്രാഫ് നമ്മൾ വായിച്ചിട്ട് ഓരോരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് ഈ പാരഗ്രാഫിൻ്റെ മെയിൻ പോയിന്റ് എന്താ, അല്ലെങ്കിൽ ഈ പാരഗ്രാഫ് നമ്മളടുത്ത് എന്താ പറയാൻ നോക്കുന്നത്, അല്ലെങ്കിൽ ഈ സെൻറ്റൻസ് ഈ ഓത്തർ ഇവിടെ എന്തിനാണ് എഴുതിയ, ഇതിൻ്റെ പെർപ്പസ് എന്താ, അങ്ങനത്തെ കുറച്ച് ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പം നമ്മൾ ശരിക്കും ആ ടെക്സ്റ്റ് മനസ്സിലാക്കണം.
ഓക്കെ. ശരിക്കും മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് MCQ ആണല്ലോ, അതെ. അപ്പോൾ ഈ 4 ഓപ്ഷൻസ് നമുക്ക് സിമിലർ ആയിട്ട് തോന്നും. 4 ക്വസ്റ്റ്യൻസ് നല്ല കൺഫ്യൂസിങ് ആയിരിക്കും, സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ശരിക്കും വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് കറക്റ്റായിട്ട് കറക്റ്റ് ആൻസർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മിക്ക കുട്ടികൾക്കും ഈ ഇംഗ്ലീഷിലാണ് പ്രശ്നം വരുന്നത്. എന്തായാലും എൻ്റെ കുറേ ഫ്രണ്ട്സ് എടുത്തിരുന്നു. മിക്ക ആൾക്കാർക്കും ഇംഗ്ലീഷാണ് പ്രശ്നം. അപ്പോൾ ഇപ്പോൾ 800 ഇതായാൽ മാത്സ് ഈസി ആണല്ലോ. അപ്പോൾ മാത്സിൽ മാക്സിമം 800 തന്നെ കിട്ടാൻ ശ്രമിക്കണം, സ്കോർ ചെയ്യേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കുറച്ച് മാർക്ക് പോയാലും അത്ര കുഴപ്പമില്ല, അതൊക്കെ മാത്സിൽ അവിടെ പിടിച്ച് കവർ ചെയ്യാൻ കഴിയും. പിന്നെ ഇപ്പോൾ ഈ എക്സാമിൻ്റെ കുറച്ച് സാമ്പിളാണ്, അതായത് ഈ എക്സാമിനായിട്ട് എങ്ങനെ പഠിക്കണം എന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ മാക്സിമം ഓൺലൈനാണ്. അതായത് ഞാനിപ്പോൾ പഠിച്ചത് ഫുൾ സെൽഫ് സ്റ്റഡിയാണ്. ഞാൻ ട്യൂഷനും ഇല്ല, അതായത് ഞാൻ ഒന്നും പെയ്ഡായിട്ടൊരു ക്ലാസ് എടുത്തിട്ടില്ല. ഇപ്പോൾ ഇവരുടെ ഈ SAT അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഒരു ഒഫീഷ്യൽ ലേണിംഗ് വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ്, ഇത് ഖാൻ അക്കാഡമിയാണ്. ഖാൻ അക്കാഡമി. അപ്പോൾ ഇത് ഒരു ഓൺലൈൻ ഫ്രീ പ്ലാറ്റ്ഫോമാണ്, അതായത് SAT ഒഫീഷ്യൽ ട്രെയിനിങ് പ്ലാറ്റ്ഫോം. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് SATക്ക് വേണ്ടി ഈ വെബ്സൈറ്റിൽ പോയി പഠിക്കുക, പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. പിന്നെ വേറെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ബ്ലൂ ബുക്ക്. ഈ ബ്ലൂ ബുക്കിലാണ് നമ്മൾ സെൻറ്ററിൽ പോയിട്ട് എക്സാം എഴുതുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ലാപ്ടോപ്പിലോ ഐപാഡിലോ ഈ ബ്ലൂ ബുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് സാറ്റ് എക്സാം എഴുതാനുള്ള ആപ്പാണെന്നല്ലേ പറഞ്ഞത്? സാറ്റ് എക്സാം എഴുതാനുള്ള ആപ്പ് ബ്ലൂ ബുക്ക്. അതിപ്പോൾ നമ്മൾ സെൻറ്ററിൽ പോയിട്ട് ഈ ബ്ലൂ ബുക്ക് ആപ്പ് തുറക്കും. ഒരു മിനിറ്റ്, ഇപ്പം നാട്ടിലൊക്കെ സെൻറ്റർ ഉണ്ടാവും? നാട്ടിലൊക്കെ തീർച്ചയായും സെൻറ്റർ ഉണ്ടാവും അല്ലേ? അപ്പോൾ അവർ അനൗൺസ് ചെയ്യും അത് എവിടെയാണെന്നൊക്കെ. എങ്ങനെയാ അറിയാൻ പറ്റുക ഇതിൻ്റെ? അതായത് ഡേറ്റ്സ് എല്ലാ സ്ഥലത്തും സെയിം ആയിരിക്കും. ഓക്കെ. അതായത് ഇപ്പോൾ ഒരു 17 ജൂണാണ് എക്സാമിൻ്റെ ഡേറ്റ് ആണെങ്കിൽ ഇവിടെയും നാട്ടിലും എല്ലാ സ്ഥലത്തും ഒരേ സമയം ഒരേ ഡേറ്റും ആയിരിക്കും. സമയം ഡിഫറെന്റ് ഉണ്ടാവാം, പക്ഷെ ഡേറ്റ് ഒന്നായിരിക്കും. അത് കോളേജ് ബോർഡാണ്. അതായത് ഒരു SAT വെബ്സൈറ്റ് ഉണ്ട്, കോളേജ് ബോർഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ കോളേജ് ബോർഡിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് SAT ഡേറ്റ്സ് എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും SAT ഡേറ്റ്സ്. പിന്നെ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ട എല്ലാം ആ വെബ്സൈറ്റിലുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നാട്ടിൽ നിന്ന് എടുത്താലും എവിടെ നിന്ന് വേണമെങ്കിൽ എടുത്താലും സെയിം വാല്യൂ, അതായത് ഒരു ഡിഫറൻസും ഇല്ല. ഓക്കെ. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് SAT ആണെന്ന് പറഞ്ഞു അല്ലേ, അഡ്മിഷന് വേണ്ടി? SAT ട്രാക്കിൽ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് SAT ട്രാക്കിൽ ഇപ്പോൾ ഞാൻ ഇതിപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റെഗുലർ അഡ്മിഷൻ പ്രൊസീജിയറിൽ നിന്ന് മാറി SAT അടുത്ത് വരുന്ന മൂന്നാമത്തെ അല്ലേ അഡ്മിഷൻ ട്രാക്ക്, അതായത് SAT ട്രാക്ക്. അപ്പോൾ ഞാനൊരു ഗൈഡ് ലൈൻ പറഞ്ഞു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ലൈൻ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ SAT എക്സാം എടുക്കും. എന്നിട്ട് നിങ്ങളുടെ SAT എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ട് അതിൻ്റെ അടുത്ത ദിവസമായിരിക്കും KFUPM അഡ്മിഷൻ തുടങ്ങുന്നത്. അതായത് അത് ഉറപ്പാണ്. അതായത് ഈ KFUPM ഈ അഡ്മിഷൻ ഫേസ് സെറ്റാക്കുന്നത് ഈ SAT റിസൾട്ട് വരുന്ന അടുത്ത ദിവസമാണ്. അത് ശരി. അപ്പോൾ ഈ SAT റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ SAT സ്കോർ, പിന്നെ ഒരു പർപ്പസ് ഓഫ് ഇൻ്റർവ്യൂ ഓഫ് പർപ്പസ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് എന്ന് പറയും. അതായത് ഒരു 5 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് നിങ്ങൾ എന്തിനാ ഈ കോളേജ് ജോയിൻ ചെയ്യുന്നത്, നിങ്ങൾ ഫ്യൂച്ചർ പ്ലാൻസ് എന്താ, നിങ്ങൾ എന്ത് എക്സ്പീരിയൻസ് ഉണ്ടോ, എന്തെങ്കിലും പ്രോജക്റ്റ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നിങ്ങൾ എന്തിനാണ് ഈ ഡിഗ്രി എടുക്കുന്നത്, എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഫ്യൂച്ചർ നിങ്ങൾ വേൾഡ്. അതായത് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യന് ഹൗ ഡു യു പ്ലാൻ ഓൺ ചേഞ്ചിങ് ദി വേൾഡ് ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും, കരിയറും എയിംസും അതിനെ പറ്റിയിട്ടൊക്കെ. സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്. അത് ഏതെങ്കിലും സബ്ജക്റ്റിനെ ഓറിയന്റ് ചെയ്തുകൊണ്ടായിരിക്കും, അതല്ല ജനറൽ ആയിട്ടാ? ഇല്ല, ജനറൽ ആയിട്ട്. അതായത് നിങ്ങൾ ഉദാഹരണത്തിന് ഞാനിപ്പം റിഹാനെ സംബന്ധിച്ചോളം കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിനാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം അത് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ചോദിക്കുക, അതല്ല ആരോടായാലും എന്തും ചോദിക്കുന്ന രൂപത്തിലായിരിക്കും ജനറൽ ആയിട്ട്? അല്ല, ഓരോ ക്വസ്റ്റ്യൻസ് അതായത് ജനറൽ ആയിരിക്കും. നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഹൗ വിൽ യു ചേഞ്ച് ദി വേൾഡ്. അതാ ഞാൻ ചോദിക്കുന്നത്. പറഞ്ഞാൽ ഇപ്പോൾ ഇതിനൊരു അഡ്മിഷന് ശ്രമിക്കുന്ന ഒരു കുട്ടി
ആ രൂപത്തിൽ പ്രിപ്പയർഡ് ആയിരിക്കണമല്ലോ. ഞാൻ പറഞ്ഞല്ലോ ആദ്യം നിങ്ങൾ SAT എക്സാം എഴുതും. എന്നിട്ട് SAT എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസമായിരിക്കും ഈ അഡ്മിഷൻ ഫേസ് തുടങ്ങുന്നത്. ഈ SAT ട്രാക്കിൻ്റെ അഡ്മിഷൻ ഫേസ് തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ പേരും ഡീറ്റെയിൽസും അതൊക്കെ ആഡ് ചെയ്യും. പിന്നെ SAT സ്കോർ ആഡ് ചെയ്യും. അതായത് നിങ്ങൾ കിട്ടിയ SAT സ്കോർ ആഡ് ചെയ്യും. പിന്നെ ഈ SAT സ്കോർ സെപ്പറേറ്റ് ആയിട്ട് കിങ് ഫഹദ് യൂണിവേഴ്സിറ്റിയിലേക്ക് സെൻഡും ചെയ്യണം. അത് കോളേജ് ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് സെൻഡ് ചെയ്യണം. അതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് സ്കോർ കിട്ടൂല. പിന്നെ ഈ ആപ്ലിക്കേഷൻ ഫേസിൽ വരുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് ചോദിക്കും. അതായത് ഇത് എനിക്ക് 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു എല്ലാവർക്കും. അതായത് എൻ്റെ ഇയറിൽ എൻ്റെ ബാച്ചിൽ 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് അറിയുന്നത് അതായത് ജനറലായിട്ട് നിങ്ങൾ എന്തിനാ ഈ യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്യുന്നത്, നിങ്ങളുടെ ഗോൾസ് എന്താ, നിങ്ങൾ ഈ ഡിഗ്രി എന്തിനാണ് ചൂസ് ചെയ്യുന്നത്, അങ്ങനെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ക്വസ്റ്റ്യന് ആയിരുന്നു ഹൗ ഡു യു പ്ലാൻ ഓൺ ചേഞ്ചിങ് ദ വേൾഡ്. ഓക്കെ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഡീപ്പായിട്ട് നിങ്ങളുടെ പർപ്പസ്, നിങ്ങൾ എന്തിനാ ഇവിടെ ജോയിൻ ചെയ്യുന്നത്, ഈ ഡിഗ്രി നിങ്ങൾ എന്താണ് ഈ ലോകത്തിന് വേണ്ടി ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഉള്ള, പിന്നെ എന്താ നിങ്ങൾ ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ പ്രോജക്ട്സ് ഒക്കെ എന്തേന്, അതൊക്കെ. പക്ഷെ അതായത് ഒരു പ്രൂഫൊന്നും ചെയ്യിക്കൂല, ജസ്റ്റ് പ്ലെയിൻ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിലൊരു പ്ലസ് ഒരു ടിപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എടുക്കാമെന്ന് വിചാരിച്ചോ. ഓക്കെ. അപ്പോൾ നിങ്ങൾ അതായത് അതിൽ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ വേൾഡ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ ചോദിച്ചില്ലേ. അപ്പോൾ അതൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഒരു ആസ്പെക്റ്റ് ആയിട്ട് നിങ്ങൾ പറയാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ നമ്മൾ ഏത് കോഴ്സിനോടാണോ ശ്രമിക്കുന്നത് അതിന്റെ ആസ്പെക്ട്സിലാണ് പറയേണ്ടത് അല്ലേ. അതിന്റെ ഒരു ആസ്പെക്ടിൽ അതൊരു പ്ലസ് പോയിന്റ് ആണ്. അവർക്ക് മനസ്സിലാവുമല്ലോ ഒരു ഗോൾ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്. ഓക്കെ. പിന്നെ നമുക്ക് നമ്മുടെ ഡിഗ്രീസ് ചൂസ് ചെയ്യാം. അതായത് നമ്മുടെ അവർ ഒരു ലിസ്റ്റ് ചോദിക്കും. ലിസ്റ്റ് യുവർ ചോയ്സ് ഓഫ് ഡിഗ്രി ബൈ പ്രയോറിറ്റി. അപ്പോൾ നിങ്ങൾ ഒരു ലിസ്റ്റ് ചൂസ് ചെയ്യണം. നിങ്ങൾ ഏത് കോഴ്സാണ് വേണ്ടത്, ഏത് ഡിഗ്രിയാണ് വേണ്ടത്. അപ്പോൾ ബൈ പ്രയോറിറ്റി നിങ്ങൾ ലിസ്റ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ആദ്യം കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, പിന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ്, പിന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. അപ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കിട്ടിയില്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടും. പ്രയോറിറ്റി ഏതിനാണ്. അപ്പോൾ ഈ ഫസ്റ്റിൻ്റെ പ്രയോറിറ്റി സീറ്റ് ഫുള്ളാണെങ്കിൽ എന്താ സെക്കൻഡ് ഓപ്ഷനിലേക്ക് പോകും. അതും ഫുള്ളാണെങ്കിൽ തേർഡ് ഓപ്ഷനിൽ പോകും. ഇത് ഒരു ചൂസ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങളുടെ മാർക്സ് അനുസരിച്ചാണ്. അതായത് പെർഫോമൻസ് എത്രയോ നല്ലത് അത്രയും എനിക്ക് ഈ മാർക്സ് എന്ന് പറയുമ്പോൾ SAT ഉള്ള മാർക്സ് മാത്രമാണ്, അതല്ല നിങ്ങളുടെ +2 മാർക്കിനും കൂടി അവർ പരിഗണിക്കുമോ? കാരണം റെഗുലറിൽ നിങ്ങൾ പറഞ്ഞു ഖുദ്റാത്തും പിന്നെന്താ തസ്ലീഹും +2 മാർക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതിലെങ്ങനെയാണ് SAT ട്രാക്ക് എന്ന് പറയുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ വെറും SAT മാത്രം, വേറെ ഒന്നുമില്ല. ഹൈസ്കൂൾ വരെ നോക്കൂല. ജസ്റ്റ് ഒരു നിങ്ങളെ ഹൈസ്കൂളിന്റെ സർട്ടിഫിക്കറ്റ് പാസ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് വരെ നോക്കും. പക്ഷെ അതിനൊരു ക്രൈറ്റീരിയ ഇല്ല. പക്ഷെ ഒരു അബവ് ആവറേജ് ആവണം. ഫോർ എക്സാമ്പിൾ ഒരു 75% 80% ആവണം. ഒരു ക്രൈറ്റീരിയ ഇല്ല അവർക്ക്. പക്ഷെ മെയിൻ ആയിട്ട് ബെഞ്ച് മാർക്ക് ഇല്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ലിസ്റ്റ് ഓഫ് ഡിഗ്രീസ്. അപ്പോൾ ഇത് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും നിങ്ങൾ അക്സെപ്റ്റൻസ് കിട്ടുക. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ടിപ്പ് പറയുകയാണെങ്കിൽ മാക്സിമം എല്ലാ ഡിഗ്രിയും ലിസ്റ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് ഫോർ എക്സാമ്പിൾ അത്ര ലെവൽ അല്ലെങ്കിൽ എന്നാലും നിങ്ങൾക്ക് ഒരു വേണ്ടാത്തൊരു ഡിഗ്രിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. പക്ഷെ ഈ വേണ്ടാത്ത ഡിഗ്രിയിൽ അഡ്മിഷൻ കിട്ടിയാലും താല്പര്യം ഇല്ലാത്തൊരു അഡ്മിഷൻ, കോമ്പറ്റീഷൻ കുറഞ്ഞ ഒരു ഡിഗ്രിയിൽ അഡ്മിഷൻ കിട്ടിയാലും നിങ്ങൾക്ക് കയറി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇയർ എന്താ ഡിഗ്രി മാറാൻ പറ്റും. അതായത് കോഴ്സ് സ്വിച്ച് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിലായിരുന്നു അപ്ലൈ ചെയ്തത്. കിട്ടിയതും കമ്പ്യൂട്ടർ സയൻസിലായിരുന്നു. ഓക്കെ. പിന്നെ ഞാൻ ഫസ്റ്റ് സെമസ്റ്ററിൽ, അതായത് ഇപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിന് മാർക്സ് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മേജർ ചേഞ്ചിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ സെമസ്റ്ററിൽ അതായത് ഇത് ഫസ്റ്റ് ഇയർ മാത്രമേ അലൗഡ് ഉള്ളൂ. തുടക്കത്തിൽ മാത്രം. അപ്പോൾ ഈ നിങ്ങൾക്ക് സെമസ്റ്ററിൽ നല്ല മാർക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് മേജർ ചേഞ്ച് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ അത്ര ലെവലില്ലെങ്കിൽ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 1460 470 കുറച്ച് കിട്ടാനായ ഒരു ടഫ് ഇതാണെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു ഡിഗ്രിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ ഡിഗ്രി കൂടെ അതായത് അക്സെപ്റ്റ് ആയി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് വേണ്ട ഒരു ഡിഗ്രിയിലേക്ക് മാറാൻ കഴിയും. അതിനുള്ള സാധ്യത അവിടെ ഉണ്ട്.
അപ്പോൾ അങ്ങനെ ഡീമോട്ടിവേറ്റ് ആവേണ്ട ആവശ്യമില്ല. ഓക്കെ. നമുക്ക് മാറാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ. പിന്നെ ഈ അപ്ലൈ നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഇൻ്റർവ്യൂ എന്നിട്ട് അപ്ലൈ ചെയ്യും. ആ. എന്നിട്ട് നിങ്ങളുടെ SAT സ്കോർ അതായത് വാലിഡ് ആണെങ്കിൽ, അത് നല്ല സ്കോർ ആണെങ്കിൽ, ഓക്കെ. ഈ അവരുടെ എല്ലാ വർഷവും വേറെ വേറെ റേഞ്ച് ആണല്ലോ. എന്തായാലും വേറെ കുറേ കോമ്പറ്റീഷൻ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും, നമ്പർ ഓഫ് സീറ്റ്സ് കുറച്ച് ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആ റേഞ്ചിൽ പെടുകയാണെങ്കിൽ വേറൊരു മാത്സ് ടെസ്റ്റ് ഉണ്ടാവും, മാത്സിൻ്റെ ടെസ്റ്റ്. ഓക്കെ. അപ്പോൾ ഈ മാത്സിൻ്റെ ടെസ്റ്റ് ഓൺലൈൻ ആയിരിക്കും, മുഴുവൻ ഓൺലൈൻ ആയിരിക്കും. അപ്പോൾ ഇത് KFUPM തന്നെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നൊരു ടെസ്റ്റാണ്. ഓർ നിങ്ങൾക്ക് ഇമെയിൽ അയക്കും ഈ ടെസ്റ്റിനെ പറ്റിയിട്ട്. അപ്പോൾ ഈ ടെസ്റ്റിനൊരു ഡേറ്റ് ഉണ്ടാവും. പിന്നെ ഈ മാത്ത് ടെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ SAT സ്കോർ ക്വാളിഫൈ ആണ്, അതായത് ഓറിൻ്റെ റേഞ്ചിൽ പെടണം. അല്ലെങ്കിൽ എന്താ നിങ്ങൾ അതായത് ഈ ടെസ്റ്റ് എടുക്കൂല. അപ്പോൾ ബേസിക്കലി ഒരു ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്ന SAT, ഫസ്റ്റ് റൗണ്ട് പാസ്സായി കഴിഞ്ഞാൽ സെക്കൻഡ് റൗണ്ടാണ് ഈ മാത്സ് ടെസ്റ്റ്. ഓക്കെ. അപ്പോൾ ഈ മാത്സ് ടെസ്റ്റിൻ്റെ സിലബസ് എന്ന് പറയുന്നത് മാത്സ് മാത്രമേ ഉള്ളൂ. മാത്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ. എനിക്കൊരു 15 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇത് എല്ലാ വർഷവും മാറുന്നൊരു സംഭവമാണ്, അതായത് ഓറിൻ്റെ ഫോർമാറ്റ് ഇതൊക്കെ. പക്ഷെ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു 15 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മെയിൻലി 11th സിലബസ് 12th സിലബസ് ഫുള്ളി MCQ ആയിരുന്നു. പക്ഷെ നമ്മുടെ CBSEൻ്റെ അത്ര ടഫ്നെസ് വരില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഇപ്പോൾ ഒരു 15 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പോൾ ഈ 15 ക്വസ്റ്റ്യനിൽ നമ്മൾ 14 അല്ലെങ്കിൽ 15 ക്വസ്റ്റ്യൻസ് കറക്റ്റ് കിട്ടണം. എല്ലാം കിട്ടണം, കറക്റ്റായിട്ട് കിട്ടണം. അതൊരു ഈസി ക്വസ്റ്റ്യൻസ് ആണ്. അതെ, ഈസി ക്വസ്റ്റ്യൻസ് ആയ കൊണ്ട് നമ്മൾ മിക്കതും കറക്റ്റ് കിട്ടണം. 14 അല്ലെങ്കിൽ 15. അപ്പോൾ നല്ല അഡ്മിഷൻ, നല്ല ചാൻസ് കിട്ടും. അങ്ങനെ. ഓക്കെ. അപ്പോൾ 14 അബവ് ഈ ടെസ്റ്റ് വേണം, കിട്ടണം. അപ്പോൾ ഈ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും. എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, എനിക്കില്ലായിരുന്നു. പക്ഷെ ചിലവർക്ക് മാത്രം ഉണ്ടാവും. അതെ. ഈ ഇൻ്റർവ്യൂ ഉണ്ടായി കഴിഞ്ഞിട്ട് എനിക്ക് ഒരു മാസം റാൻഡമായിട്ട് അവർ ചൂസ് ചെയ്യും. അപ്പോൾ ഈ ഇൻ്റർവ്യൂ ഇല്ലെങ്കിലും ഉണ്ടായാലും പിന്നെ ഒരു മാസം കഴിഞ്ഞ് വെയിറ്റ് ചെയ്തിട്ട് റിസൾട്ട് വരും, ഫൈനൽ അക്സെപ്റ്റൻസ് വരും. അപ്പോൾ ഇതാണ് ഫുള്ളി SAT ട്രാക്കിലേക്കുള്ള അഡ്മിഷൻ്റെ പ്രൊസീജിയർ അല്ലേ? ഇൻഷാ അല്ലാ. അപ്പം ഞങ്ങൾ റിഹാൻ്റെ അഡ്മിഷൻ്റെ അനുഭവത്തിലൂടെയാണ് ഇവിടെ ഇത് പ്രസൻറ്റ് ചെയ്തത്. എന്തിനാണെന്ന് വെച്ചാൽ ഒരുപക്ഷെ ഇത് ആഗ്രഹിക്കുന്ന ഒരുപാട്, അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവാം, അല്ലെങ്കിൽ രക്ഷിതാക്കളുണ്ടാവാം. അവർക്കിതൊരു പക്ഷേ വളരെ ഗുണം ചെയ്യും ഇൻഷാ അല്ലാ. റിഹാൻ, അതിനോടൊപ്പം എനിക്കറിയേണ്ട ചില കാര്യങ്ങൾ അതുകൂടി പ്രേക്ഷകർക്ക് ഒരുപക്ഷെ, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റിഹാൻ്റെ യൂണിവേഴ്സിറ്റി, അതായത് കിങ് ഫഹദ് യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് മിനറൽസ്. ഈ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് എന്തെങ്കിലും റിഹാൻ എന്താണ് പറയാനുള്ളത്? എന്തുകൊണ്ട് റിഹാൻ അതിലേക്ക് അപ്ലൈ ചെയ്തു? റിഹാൻ എത്രത്തോളം ആ യൂണിവേഴ്സിറ്റിയുടെ റെപ്യൂട്ടേഷൻ, മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ബോധവാനാണ്? അല്ലെ, അതൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഈ KFUPM വേണ്ടി ഫസ്റ്റ് അറിഞ്ഞപ്പോൾ, അതായത് ഇവരുടെ റെപ്യൂട്ടേഷൻ ഭയങ്കര ഹൈ ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ നമ്പേഴ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ വേൾഡ് സ്കെയിൽ ഞാൻ റാങ്കിങ് പറ്റി പറയുകയാണെങ്കിൽ ഇവർ വേൾഡിൽ 101. അത് ഇപ്പോൾ ഫോർ റെഫറൻസ് നമ്മുടെ നാട്ടിലത്തെ IITs ഉണ്ടല്ലോ. ഇപ്പോൾ IITs ഒരു ബെസ്റ്റ് ഒരു IIT എന്ന് പറയുന്ന IIT ബോംബെ ആണ്. അപ്പോൾ IIT ബോംബെൻ്റെ റാങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു 130, 140 ആ റേഞ്ചിലാണ്. പക്ഷേ KFUPM എന്ന് പറയുന്നത് 101. അതായത് IIT ബോംബെൻ്റെ കാട്ടിയും ഉയരത്തിലുള്ള റാങ്കിങ്ങിൽ നിൽക്കുന്ന ആളാണ്. പിന്നെ ഇവര് മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്ക ഈ റീജിയൻസിൽ റാങ്ക് ഇവരുടെ 1 ആണ്, ഫസ്റ്റ് റാങ്ക്. അപ്പോൾ നല്ല റെപ്യൂട്ടേഷനുള്ള കോളേജ്. അതായത് ഇപ്പോൾ കമ്പനീസ് ഇപ്പോൾ എംപ്ലോയി ആണെങ്കിൽ നല്ലൊരു ഇവിടെ നല്ലൊരു റെപ്യൂട്ടേഷൻ ഉള്ളത്, എംപ്ലോയ്മെന്റ് റെപ്യൂബിലിറ്റി എന്ന് പറയും. അപ്പോൾ നല്ലൊരു റെപ്യൂട്ടേഷൻ ഉള്ള ഇതാ. പിന്നെ പ്ലേസ്മെന്റ് ഇവിടെ സൗദീസിക്കില്ല, സൗദീസ്ക്ക് ഉണ്ട്. പക്ഷെ നോൺ സൗദീസ്ക്ക് നമ്മൾ തന്നെ അപ്ലൈ ചെയ്ത് നമ്മൾ തന്നെ ജോബ് കിട്ടണം. പക്ഷെ അതായത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ അതായത് ആപ്ലിക്കേഷൻ ഒരു നല്ല ഹൈ വാല്യൂ ഉണ്ടാവും. KFUPM. പിന്നെ രണ്ടാമത്തെ ഇത് പറയുന്നത് ഫീസ് കമ്പാരിറ്റീവ്ലി, അതായത് ഇപ്പം നിങ്ങൾ വേറെ സൗദി യൂണിവേഴ്സിറ്റീസിന് ഇപ്പം ഫീസിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ നേരത്തെ പറഞ്ഞ റെഗുലർ അഡ്മിഷൻ, അതിന് മുമ്പ് ഒളിമ്പ്യാഡ് അഡ്മിഷന് ഫുൾ സ്കോളർഷിപ്പാണ് അല്ലേ? അതിന് ഫീസ് വേണ്ട. അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഈ റെഗുലർ അഡ്മിഷന് ഫീസ് ആവശ്യമുണ്ട്. അല്ല, ഈ ഖുദ്റാത്തും തഹസിലും എഴുതിയിട്ട് പോകുന്ന കുട്ടികൾക്ക്
ഫീ പേയ്മെന്റ് ഒക്കെ ഉണ്ട്, അവരുടെ ഫീ സ്ട്രക്ചർ ഒക്കെ ഉണ്ട്, എന്തെങ്കിലും അറിയോ? ഇപ്പോൾ സ്കോളർഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 ട്രാക്കിന് സ്കോളർഷിപ്പ് കിട്ടും. മൂന്നിലും കിട്ടും. 3 കിട്ടും. ഓക്കെ. ഇപ്പോൾ SAT ആയാലും റെഗുലർ അഡ്മിഷൻ ട്രാക്ക് ആയാലും. SAT ട്രാക്കിൽ അപ്പോൾ സ്കോളർഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ അതായത് ഇപ്പോൾ നിങ്ങളെ പെർഫോമൻസ് ഭയങ്കര ഹൈ ലെവലാണെങ്കിൽ, അല്ല ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ 1000 ഇവിടെ റെസിഡൻ്റ് ആണെങ്കിൽ നമ്മുടെ ക്രൈറ്റീരിയ എത്ര 1500. അതെ. അപ്പം നമുക്കൊരു 1560 1570 ഒക്കെ ഉണ്ടായാൽ നമുക്ക് SAT ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയുന്നത് ലോക്കൽസിനാണോ അല്ലെ റെസിഡൻസിനാണോ? അതായത് ഇപ്പോൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഞാൻ പറഞ്ഞില്ല, അതായത് ഇപ്പോൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് നാട്ടിൽ അപ്ലൈ ചെയ്യുന്നത്, നാട്ടിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ സ്കോർ കൊണ്ട് നിങ്ങൾക്ക് അക്സെപ്റ്റൻസ് കിട്ടിയാൽ 100% സ്കോളർഷിപ്പ് ആയിരിക്കും. ഓ, അങ്ങനെ ഉണ്ടല്ലേ? അതായത് ഇപ്പം നിങ്ങൾ അക്സെപ്റ്റ് ആവുകയാണെങ്കിൽ എന്തായാലും സ്കോളർഷിപ്പ്. അതായത് എന്തായാലും 550 എബോയിൽ പോകുന്നതുകൊണ്ടാണോ 1550 മേലെ ആവുന്നത്? 1560 1570 ആ റേഞ്ചിൽ വിട്ടാൽ ഇന്റർനാഷണൽ ആപ്ലിക്കൻസിനെ കുറിച്ച് കിട്ടാൻ കുറച്ച് ക്രൈറ്റീരിയ ഹൈ ആണല്ലോ. അതെ. അപ്പോൾ അവർക്ക് കിട്ടിയാൽ എന്തായാലും തീർച്ചയായിട്ടും ഫുൾ സ്കോളർഷിപ്പ്. ഈ ഫുൾ സ്കോളർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ എല്ലാ എക്സ്പെൻസസും യൂണിവേഴ്സിറ്റി വഹിക്കുമെന്നാണോ? ഫുൾ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് നിങ്ങളുടെ ട്യൂഷൻ ഫീസ് ഫ്രീ ആണ്, അതായത് ഫുള്ള് ഫ്രീ ആയിട്ട്. എന്തൊക്കെയാണ് അവർ ഫ്രീ? മാസം 1000 റിയാൽ കിട്ടും, ഇങ്ങോട്ട് തരും എക്സ്പെൻസിനുള്ള സ്റ്റൈപ്പൻഡ്. ഓക്കെ. അപ്പോൾ ഈ മെയിൻ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഈ മെയിൻ 2 പോയിന്റ്സ് ആണ്. ഓക്കെ. ഫസ്റ്റ് ട്യൂഷൻ ഫീ, പിന്നെ മാസം 1000 റിയാൽ. ഈ 1000 റിയാൽ കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ അതായത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. എന്തറിയും, ഇവിടെ ഡോംസിന് മന്ത്ലി 150 റിയാലാണ്. പിന്നെ ഫുഡ് അവിടെ സ്റ്റുഡൻറ്റ് റെസ്റ്റോറൻറ്റ് ഉണ്ട്, നല്ല ചീപ്പായിട്ട് ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ആണ് കുട്ടികൾക്കായിട്ട്, സ്റ്റുഡൻസ് റെസ്റ്റോറൻറ്റ് ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കൊരു ഫുള്ളായിട്ടൊരു മീല് ഒരു 5 റിയാൽ 4 റിയാൽ, അവിടെ ഫുള്ള് ബഫേ ആണ്, ബഫേൻ്റെ സിസ്റ്റം ഉണ്ട്. ഞാൻ ഉറപ്പ് പറയാം, ഞാൻ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് KFUPM-ൽ. വളരെ നല്ലൊരു അന്തരീക്ഷമാണ്, വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ് കോളേജിൻ്റെ ക്യാമ്പസൊക്കെ. ഈ പറഞ്ഞ പോലെ ക്യാൻറ്റീനിലൊക്കെ ഞാൻ അവിടെ വെറുതെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു സത്യമാണ്. ഓക്കെ. അപ്പോൾ ഈ 1000 റിയാൽ കൊണ്ട് ഒരു സ്റ്റുഡൻറ്റിക്ക് സസ്റ്റെയിൻ തീർച്ചയായും പറ്റും. അതെ. അപ്പോൾ ഇതാണ് ഫുൾ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ. ഏതൊക്കെ കോഴ്സുകളാണ് KFUPM-ൽ ഡിഗ്രി ചെയ്യാൻ? ഓക്കെ. ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത്? അപ്പോൾ അതായത് മെയിനായിട്ട് എല്ലാ എഞ്ചിനീയറിംഗ് കോഴ്സും ഇവിടെ ഉണ്ട്, അവൈലബിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെക്കാനിക്കൽ. പൊതുവെ യൂണിവേഴ്സിറ്റിയുടെ പേര് തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് മിനറൽസ് എന്നാണല്ലോ. അപ്പോൾ ഇവരുടെ മെയിൻ ഡിഗ്രി എന്ന് പറയുന്നത് പെട്രോളിയം എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ. പെട്രോളിയം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് സൗദിയിലൊരു അറാംകോയിലൊക്കെ വലിയൊരു വിലയുള്ള ഒരു ഡിഗ്രി ആണല്ലോ. അപ്പോൾ മെയിനായിട്ട് പെട്രോളിയം ഡിഗ്രിയാണ്. പിന്നെ എല്ലാ ടൈപ്പ് എഞ്ചിനീയറിംഗ് ഡിഗ്രീസ് ഇവിടെ ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ. അതായത് നിങ്ങൾ KFUPM-ന്റെ വെബ്സൈറ്റിൽ പോയാൽ അവിടെ ഒരു ബാച്ചിലേഴ്സ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഉണ്ടാവും. അത് തുറന്നു നോക്കിയാൽ എല്ലാ ലിസ്റ്റും എല്ലാ ഡിഗ്രീസും കാണും. പക്ഷേ മെയിനായിട്ട് ഒരു പോയിന്റ് എനിക്ക് ഇത് പറയാനുള്ളത്, ഇവിടെ മറ്റേ മെഡിക്കൽ കോഴ്സസ് ഇല്ല. എന്നെ കുറെ പാരന്റ്സ് മെസ്സേജ് അയച്ചു, അതായത് മെഡിക്കൽ കോഴ്സ് ഉണ്ടോ, എന്താണ് ഇത്. KFUPM-ൽ മെഡിക്കൽ കോഴ്സ് അതോ പാരാമെഡിക്കൽ കോഴ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. MBBS ഇല്ല, മെഡിക്കൽ കോഴ്സസ് ഒന്നുമില്ല. നഴ്സിംഗ് അല്ലെ ഡെന്റിസ്ട്രി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതുമില്ല. അതല്ല പാരാമെഡിക്കൽ, ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ മറ്റ് പല അത്തരം സാധ്യതകളൊന്നുമില്ല. വെറും സ്ട്രിക്ട്ലി എഞ്ചിനീയറിംഗ്, കുറെ കൂടി പെട്രോളിയം ആൻഡ് മിനറൽസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതിനാണ്. അതായത് ഇപ്പോൾ ഈ മെഡിക്കൽ ഫീൽഡിൻ്റെ ഏറ്റവും അടുത്ത് വരുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് ബയോ എഞ്ചിനീയറിംഗ് ഏറ്റവും ക്ലോസസ്റ്റ് വരുന്നത്. ആർക്കും ഇപ്പോൾ ബയോളജിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും ക്ലോസസ്റ്റ് വരുന്നത് ബയോ എഞ്ചിനീയറിംഗ്. വേറെ മിക്കതും നോർമൽ എഞ്ചിനീയറിംഗ് കോഴ്സസുകളാണ്. സിവിൽ എഞ്ചിനീയറിംഗും അല്ല. അതായത് ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ 90% ഓഫ് എഞ്ചിനീയറിംഗ് കോഴ്സസ് ഇവിടെ ഉണ്ടാവും. ഓക്കെ. റിഹാന് സ്കോളർഷിപ്പിലൂടെയാണോ അവിടെ പഠിക്കുന്നത്? ഇല്ല, ഞാനിവിടെ സ്കോളർഷിപ്പിലല്ല. അത് വേറൊരു പോയിന്റ് ഉണ്ട് സ്കോളർഷിപ്പിന് പറ്റിയിട്ട്. അതായത് ഇപ്പോൾ SAT ട്രാക്ക് എന്ന് പറയുന്നത് 2 ഫേസ് ഉണ്ടാവും. അപ്പോൾ ഒരു വർഷത്തിൽ അപ്ലൈ ചെയ്യാൻ 2 ഫേസ് ഉണ്ടാവും, ഫേസ് 1 ആൻഡ് ഫേസ് 2. അപ്പോൾ നിങ്ങൾ ഏത് ഫേസിൽ അപ്ലൈ ചെയ്താലും ഒരു 2 ഫേസിക്കും സ്റ്റാർട്ടിങ് ഡേറ്റ് സെയിം ആണ്. ഇപ്പോൾ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഡേറ്റ്സിലായിരിക്കും തുടങ്ങുന്നത് യൂണിവേഴ്സിറ്റി. ഓക്കെ. അപ്പോൾ ഈ ഫേസ് 1 അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് സ്കോളർഷിപ്പിൻ്റെ ചാൻസ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ പക്ഷെ ഞാൻ ഫേസ് 2 അപ്ലൈ ചെയ്തത്. അപ്പോൾ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടില്ല. ഓക്കെ. അപ്പോൾ
ഇവിടെ ഫേസ് 1 അപ്ലൈ ചെയ്താൽ സ്കോളർഷിപ്പിന് ചാൻസ് കുറച്ച് സാധ്യത കൂടുതലാണ്. ഓക്കെ. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് ഒന്ന് പറയാമോ ഇതിൻ്റെ അപ്ലൈ ചെയ്യാൻ? അതായത് ഒരു ഏകദേശം പറഞ്ഞാൽ എല്ലാ വർഷവും ഫേസ് 1 ടൈമിങ് ജാനുവരി ആയിരിക്കും. ജാനുവരി. ഓക്കെ. ഫേസ് 2 മെയ്. ഓക്കെ. മെയ് 6 ആയിരിക്കും. മെയ് 6. അപ്പോൾ ജാനുവരി ഫേസ് 1, മെയ് ഫേസ് 2. പിന്നെ ക്ലാസ്സസ് തുടങ്ങുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഇതായിരിക്കും അക്കാഡമിക് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ KFUP നോക്കാനുള്ള 2 റീസൺസ്. ഫസ്റ്റ് റെപ്യൂട്ടേഷൻ, തീർച്ചയായിട്ടും. പിന്നെ സെക്കൻഡ് ട്യൂഷൻ ഫീസ്. അതിപ്പോൾ സ്കോളർഷിപ്പ് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. സ്കോളർഷിപ്പ് കിട്ടിയില്ലെങ്കിലും ഇവിടെ ഇയർലി ഫീസ് എന്ന് പറയുന്നത് 20,000 ആണ്. 20,000. അത് ഞാൻ സത്യം പറഞ്ഞ നാട്ടിലെ ചില യൂണിവേഴ്സിറ്റീസിനും ഇങ്ങനത്തെ ഒരു റേഞ്ചിലുള്ള ഫീസാണ് വരുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ മറ്റേ ഒരു പ്രൈവറ്റ് സൗദി യൂണിവേഴ്സിറ്റി കമ്പയർ ചെയ്താൽ വളരെ കുറവാണ്. വേറൊരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഖോബറിലൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, PMU എന്ന് പറഞ്ഞിട്ട്, പ്രിൻസ് മുഹമ്മദ് യൂണിവേഴ്സിറ്റി. അവിടെ ഇയർലി ട്യൂഷൻ എന്ന് പറയുന്നത് ഒരു 80,000 70,000 ആ റേഞ്ചിലാണ്. പക്ഷെ KFUP ഡിഗ്രിക്ക് പെർ ഇയർ. പക്ഷേ ഇപ്പോൾ നമ്മൾ KFUP പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്. പബ്ലിക് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് മാത്രം ഒരു വർഷം 20,000. അത് ഇത്രയും നല്ല റെപ്യൂട്ടേഷൻ ഇത്ര ഒരു റെപ്യൂട്ടേഷനിൽ ഒരു യൂണിവേഴ്സിറ്റിക്ക് ഭയങ്കര നല്ലൊരു ട്യൂഷൻ. തീർച്ചയായിട്ടും. ഇൻഷാല്ലാ ഏതായാലും നമുക്ക് വിഷയങ്ങൾ കൂടുതൽ തുടരേണ്ടതുണ്ട്. നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഇൻഷാല്ലാ നമ്മളേതായാലും ഈ ചർച്ച വീണ്ടും തുടരുന്നതായിരിക്കും. നമുക്കറിയാം ഒരുപാട് ആളുകൾ ഇത് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി എന്തായാലും ഈ ചർച്ച തുടരുന്നതായിരിക്കും ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.